അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ 20-ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ, ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് നമ്മളുടെ രാത്രികളും പകലുകളും ഒക്കെ നമ്മൾ ധന്യമാക്കാറുണ്ട്. കാരണം ഇത് അള്ളാഹുവിൻ്റെ മാസമെന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ മാസമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാനും ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അള്ളാഹു അതൊക്കെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ഏറ്റെടുക്കാൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സഹായം ലഭിക്കാൻ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ പതിവാക്കിയിരുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ദിക്റുണ്ട്. കാരണം ഈ ഒരു ദിക്ർ ആരെങ്കിലും ഒരാൾ കൈമുതലാക്കിയാൽ, ആരെങ്കിലും ഒരാൾ ഒരുപാട് ജീവിതത്തിൽ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം അയാൾക്ക് കിട്ടും എന്നത് ഉറപ്പാണ് എന്ന് മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ജീവിതത്തിലൂടെ പരിചയപ്പെടുത്തിയ വിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞ് ഈ ഒരു ദിക്ർ അതിന് പറ്റിയതാണ് എന്ന് മഹത്വം പറഞ്ഞ മഹത്തായ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവിലെ നമുക്കൊന്ന് ചൊല്ലാം. ഏതാണ് ആ ദിക്ർ എന്ന് അറിയുമോ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീലിൻ്റെ മഹത്വം മാത്രം പറഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ പറയാനുണ്ടാവും. എത്രയോ മണിക്കൂറുകൾ പറഞ്ഞാലും തീരാത്തത്ര വിശാലമായ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കാൻ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ആ ഒരു കുഞ്ഞൻ ദിക്ർ കൊണ്ട് പറ്റും. അതിൽ കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം അള്ളാഹുവിൻ്റെ വലിയ സഹായം ഉണ്ടാകുക എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, അതുപോലെ തുടങ്ങി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും റബ്ബിൻ്റെ സഹായം ഉണ്ടാകുക. മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു അവർക്ക് എപ്പോഴാണ് ഈ ഒരു ദിക്ർ അവർ പറഞ്ഞത്? ബദറിൻ്റെ രണാങ്കണത്തിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയത്താണ്. എതിർപക്ഷത്ത് 1000-ഓളം വരുന്ന ശത്രുക്കളുണ്ട്. എന്നാൽ അവരെ എതിരിടാനോ നേരിടാനോ ഒന്നും ഒരു ആയുധം പോലും കയ്യിലില്ലാതിരുന്ന സമയത്താണ് എന്ത് പറയുന്നത്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അള്ളാഹു മതി ഞങ്ങൾക്ക്, അള്ളാഹു മതി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് ഹസ്ബുനല്ലാഹ് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കട്ടെ. ആത്മാർത്ഥമായ കൽബോട് കൂടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. എല്ലാവരും മനസ്സിൽ എന്തുണ്ടാവണം? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ മനസ്സിൽ കരുതേണ്ടത്, അള്ളാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലുന്ന ദിക്ർ കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ അല്ലാ, കടങ്ങൾ തീർത്തു തരണേ അല്ലാ, റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. ഇങ്ങനെ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലാം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. 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 ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ.
حسبنا الله ونعم الوكيل 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 حسبنا الله ونعم الوكيل
حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل نعم المولى ونعم النصير. അല്ലാ നീ കബൂലാക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ, സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സ്വല്ലല്ലാ ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാ. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സ്വല്ലല്ലാ ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാ ഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ. ആത്മാർത്ഥമായ കൽബോട് കൂടിയിട്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ആമീൻ പറയണം. അല്ലാഹു നമ്മുടെ ദുആ ഖബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. ഗഫാറായ ഖാലിഖായ റാസിഖായ ലത്തീഫായ വദൂദായ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ, ചൊല്ലിയതും പറഞ്ഞതും കബൂലാക്കണേ അല്ലാ. ഈ പവിത്രമായ പരിശുദ്ധമായ മാസത്തിൻ്റെ മുഴുവൻ ബറക്കാത്തുകളും ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ അല്ലാ. പോരിശകൾ നൽകണേ അല്ലാ, സ്ഥാനമാനങ്ങൾ നൽകണേ അല്ലാ, ജീവിതത്തിൽ വലിയ ഖൈറ് നൽകണേ അല്ലാ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ദോഷങ്ങൾ അഫൂ ചെയ്യണേ അല്ലാ, ജീവിതം റാഹത്തിലാക്കണേ അല്ലാ. കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, കച്ചവട ജീവിതം തുടങ്ങി ഞങ്ങളുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകളുണ്ടോ ഖൈറിൻ്റെ വഴികൾ തുറക്കണേ അല്ലാ. കടബാധ്യത തീർക്കണേ അല്ലാ, സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ, സാമ്പത്തികമായി മെച്ചം നൽകണേ അല്ലാ, പുരോഗതി നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് നൽകിയതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാർ, വീട്, വാഹനങ്ങൾ, മാതാപിതാക്കൾ, ബിസിനസ്സുകൾ, തൊഴിലുകൾ, പഠനങ്ങൾ തുടങ്ങി ഞങ്ങൾ ചെയ്യുന്ന സകല മേഖലകളിലും അഭിവൃദ്ധി നൽകണേ അല്ലാ. സകല ഷർറുകളെയും തട്ടിമാറ്റണേ അല്ലാ. മുസീബാത്തുകൾ, ഫിത്നകൾ, ഫസാദുകൾ, ഇടങ്ങേറുകൾ, ആപത്തുകൾ, അപകടങ്ങളെല്ലാം നീക്കിത്തരണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് മതിയായവനാണ് റഹ്മാനെ. ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. മൺമറഞ്ഞുപോയ ഞങ്ങളുടെ വാപ്പമാർക്ക് പൊറുക്കണേ അല്ലാ, ഉമ്മമാർക്ക് പൊറുക്കണേ അല്ലാ. റബ്ബേ, കുടുംബാദികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ, കൂട്ടുകാർ പലരും മണ്ണറയിലാണ് അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് സന്തോഷം നൽകണേ അല്ലാ. സ്വർഗീയ ഭക്ഷണപാനീയങ്ങൾ, വസ്ത്രവിരിപ്പുകൾ നൽകി ആദരിക്കണേ അല്ലാ. റബ്ബേ, നാളെ മരിച്ച് ഞങ്ങളും മാറടി മണ്ണിൽ കിടക്കുന്ന സമയം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ലൊരു തലമുറയെ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബേ, ഈ പറയുന്ന എന്നെയും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളെയും നാളെ സ്വർഗത്തോപ്പിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ചേർത്ത് നിൻ്റെ ലിഖാ കണ്ട് സന്തോഷിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയൊക്കെ നീ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ദുആ ഇറക്കണം ഇൻഷാ അല്ലാഹ്. അടുത്ത മജ്ലിസിൽ നമുക്ക് കണ്ടുമുട്ടാം. നമ്മുടെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.